കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ആഭ്യന്തര പ്രതിസന്ധികളിൽ ഒന്നായി കണ്ണൂർ സീറ്റ് തർക്കം മാറിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റും സിറ്റിംഗ് MP-യുമായ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള പോര് തെരുവിലേക്ക് പടരുമ്പോൾ അത് കേവലം ഒരു സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിനപ്പുറം പാർട്ടിയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചും പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തിരുത്തിയും സുധാകരൻ നടത്തുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം കെ സുധാകരന്റെ രാഷ്ട്രീയ തട്ടകമാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ അത് കെ സുധാകരൻ എന്ന വ്യക്തി കൂടിയാണ്. എന്നാൽ ഇത്തവണ സുധാകരനെ മത്സരരംഗത്തു നിന്ന് മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം നീക്കം നടത്തുന്നതായുള്ള വാർത്തകളാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത്. സംഘടനാ ചുമതലയുള്ള KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ മത്സരിക്കേണ്ടതില്ലെന്നും പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്നുമാണ് KC വേണുഗോപാലും VD സതീശനും ഉൾപ്പെടുന്ന വിഭാഗം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ സുധാകരൻ തന്റെ അണികളെ അണിനിരത്തി പ്രതിരോധം തീർക്കുകയായിരുന്നു. കോൺഗ്രസിലെ ഈ തർക്കം മറനീക്കി പുറത്തു വന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചില പ്രസ്താവനകളോടെയാണ്. സുധാകരനെ അനുനയിപ്പിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം മത്സരരംഗത്തു നിന്ന് മാറാൻ തയ്യാറാണെന്നും സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സുധാകരന് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ പേജിൽ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നതാണെന്നുമുള്ള സതീശന്റെ പരിഹാസം സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. താൻ VD സതീശനുമായി സംസാരിച്ചിട്ടില്ലെന്നും തന്നെ സതീശൻ വിളിച്ചിട്ട് പോലുമില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഫേസ്ബുക്കിലെ വൈകാരികമായ കുറിപ്പുകൾ തന്റെ തന്നെ നിലപാടുകളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സതീശന്റെ അനുനയ നാടകം പച്ചക്കള്ളമാണെന്ന് സുധാകരൻ വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിച്ചത് സതീശനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. കെ സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അണികൾക്ക് നൽകിയ സന്ദേശം അതീവ വൈകാരികമായിരുന്നു. കണ്ണൂർ എന്റെ ഹൃദയരക്തമാണെന്ന് തുടങ്ങുന്ന കുറിപ്പിൽ CPM-ന്റെ ആക്രമണ രാഷ്ട്രീയത്തിനെതിരെ താൻ നടത്തിയ പോരാട്ടങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബോംബിനും കത്തിക്കും മുന്നിൽ അണികളെ ചിറകിനടിയിൽ സംരക്ഷിച്ച തള്ളക്കോഴിയെ പോലെയാണ് താൻ എന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി. പാർട്ടിക്കായി ചോരയും വിയർപ്പുമൊഴുക്കിയ തന്നെ ഇപ്പോൾ ചവിട്ടുകുട്ടയിലേക്ക് എറിയാൻ അനുവദിക്കില്ലെന്ന കടുത്ത താക്കീതാണ് അദ്ദേഹം നൽകിയത്. സുധാകരനെ വെട്ടാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ സുധാകരൻ അനുകൂലികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന് മുന്നിലും പറവൂരിലും എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സുധാകരൻ അനുകൂലമായ പോസ്റ്ററുകൾ നിറഞ്ഞു. സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് ഇവ പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ഇതിന് പിന്നിൽ സുധാകരന്റെ സുശക്തമായ അണികളാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി സുധാകരന് നൽകിയ വാക്ക് പാലിക്കണമെന്നതായിരുന്നു പോസ്റ്ററുകളിലെ പ്രധാന ആവശ്യം. സുധാകരനെ ഒഴിവാക്കി കേരളത്തിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിയില്ലെന്നും അണികൾ മുന്നറിയിപ്പ് നൽകി. A ഗ്രൂപ്പിന്റെയും I ഗ്രൂപ്പിന്റെയും സമവാക്യങ്ങൾക്കപ്പുറം സുധാകരൻ ഫാക്ടർ എന്നൊരു പുതിയ ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ രൂപപ്പെടുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ പ്രതിഷേധങ്ങൾ. പ്രശ്നം പരിഹരിക്കാൻ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെങ്കിലും അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. ഡൽഹിയിൽ നടക്കുന്നത് വെറും പുകമറയാണെന്നും അവിടെ പോയാൽ തനിക്ക് മത്സരിക്കാൻ അനുമതി കിട്ടില്ലെന്നും സുധാകരൻ ഭയപ്പെടുന്നു. കണ്ണൂരിലെ തന്റെ വീട്ടിൽ തമ്പടിച്ച സമ്മർദ്ദതന്ത്രം തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ പിണക്കുന്നത് വലിയ അപകടകരമാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നിസ്സഹരിച്ചാൽ അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ സുധാകരന്റെ പിന്തുണയില്ലാതെ ജയിക്കുക എന്നത് കോൺഗ്രസിന് അസാധ്യമാണ്. കോൺഗ്രസിലെ ഈ ഉൾപ്പോര് രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വം ചോദ്യം ചെയ്യുന്ന സുധാകരന്റെ നിലപാട് പാർട്ടിക്കുള്ളിൽ പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയത്തെയും സൂചിപ്പിക്കുന്നു. സതീശനും വേണുഗോപാലും ചേർന്ന് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം സുധാകരൻ അനുകൂലികൾക്കിടയിൽ ശക്തമാണ്. മത്സരിക്കാൻ അർഹതയുള്ളവർക്ക് അവസരം നൽകണമെന്നും സഹപ്രവർത്തകർ ആവശ്യപ്പെട്ടാൽ താൻ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും സുധാകരൻ ഉറപ്പിച്ചു പറഞ്ഞതോടെ കണ്ണൂരിലെ കനൽ കെട്ടടങ്ങണമെങ്കിൽ സുധാകരന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വരും. കോൺഗ്രസ് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത് വലിയ പ്രതിസന്ധിയാണ്. സുധാകരന്റെ കണ്ണൂർ കളി കേവലം ഒരു സീറ്റിനായുള്ള വാശിയല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. VD സതീശന്റെയും സംഘത്തിന്റെയും അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സുധാകരനെ കൂടെ നിർത്താൻ കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നതാണ് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്നത്. കണ്ണൂരിലെ ഈ അഗ്നിപരീക്ഷയിൽ കോൺഗ്രസ് എങ്ങനെ വിജയിക്കുമെന്നത് പാർട്ടിയുടെ കേരളത്തിലെ ഭാവി നിശ്ചയിക്കും. കണ്ണൂർ സീറ്റിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു വിൻ ഫോർമുലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കെ സുധാകരനെ പിണക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നത് രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും കൃത്യമായി അറിയാം. അതിനാൽ ഹൈക്കമാൻഡ് എടുക്കാൻ സാധ്യതയുള്ള അവസാന തീരുമാനങ്ങൾ ഇവയാകാം. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന പൊതു മാനദണ്ഡമുണ്ടെങ്കിലും സുധാകരന്റെ കാര്യത്തിൽ അത് ലംഘിക്കപ്പെട്ടേക്കാം. കണ്ണൂരിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സുധാകരനെ മാത്രം മത്സരിക്കാൻ അനുവദിക്കുന്നത് വഴി നിലവിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. സുധാകരൻ നേരിട്ട്
മത്സരിച്ചില്ലെങ്കിൽ കണ്ണൂർ സീറ്റിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വിശ്വസ്തനായ ഒരാൾക്ക് ടിക്കറ്റ് നൽകുകയെന്ന ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയേക്കാം. ഇതിലൂടെ അദ്ദേഹത്തിന്റെ ആധിപത്യം കണ്ണൂരിൽ നിലനിർത്താൻ സാധിക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സുധാകരൻ അർഹമായ പരിഗണനയോ സുപ്രധാന മന്ത്രിസ്ഥാനമോ വാഗ്ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാം. ഹൈക്കമാൻഡിന്റെ കണ്ണും കാതുമായ KC വേണുഗോപാലിന് ഈ വിഷയത്തിൽ നിർണായകമായ പങ്കുണ്ട്. സുധാകരനുമായി വ്യക്തിപരമായ അടുപ്പം ഉണ്ടെങ്കിലും സതീശൻ സുധാകരൻ പോര് പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കുന്നത് വേണുഗോപാൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. തർക്കങ്ങൾ പരിഹരിക്കാൻ സുധാകരനെ നേരിട്ട് കണ്ട് ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ ചുമതലപ്പെടുത്തിയേക്കാം. തിങ്കളാഴ്ച ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിർണായക കൂടിക്കാഴ്ചയിൽ സുധാകരൻ അനുകൂലമായൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും തന്റെ കണ്ണൂർ കോട്ട കാക്കാൻ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദതന്ത്രം ഹൈക്കമാൻഡിനെ വിയർപ്പിക്കുമെന്നതും ഉറപ്പാണ്.